എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പാർട്ട്ണറിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഡിഫറെൻ്റ് റേഷ്യോസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേര്? എപ്പോഴാണ് നമുക്കൊരാൾ സൽപ്പേരുണ്ടെന്ന് പറയുക? ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്ക് നല്ലൊരു പേരുണ്ടെന്ന് പറഞ്ഞത് അയാളെ പറ്റി എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ അയാളെപ്പറ്റി എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് സൽപ്പേരുണ്ട് നമുക്കാണെങ്കിൽ പറയാം. അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് വിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്ഥാപനങ്ങളുടെ സൽപ്പേര് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഗുഡ് വിൽ അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? നമുക്കറിയാം, അക്കൗണ്ടിങ്ങിൽ മണി മെഷർമെൻറ്റ് അല്ലെങ്കിൽ പണമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, രേഖപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ സൽപ്പേര് എന്ന് പറയുന്നത് ഒരു ഗുണമാണ്, അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം. അതെങ്ങനെ നമുക്ക് പണത്തിൻ്റെ അളവിൽ നമുക്ക് അളക്കാൻ കഴിയും. മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, അത് പണം കൊണ്ട് നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളോട് മെയിനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഇപ്പോൾ സൽപ്പേര് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു ഇമേജ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് ആ സ്ഥാപനത്തിന് നല്ല ബിസിനസ് ഉണ്ടാകുന്ന സമയത്താണ്. ആ സ്ഥാപനം നല്ല മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ അധികമായി കച്ചവടം നടത്തുന്ന സമയത്താണ്. മറ്റുള്ള സ്ഥാപനം ഉണ്ടാക്കുന്നതിനേക്കാളും അധികം ലാഭം ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക, ആ സ്ഥാപനത്തിന് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ ഈ സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവർ നേടുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള, മറ്റുള്ളവർ നടത്തുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ടാകുകയും നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് പറയാൻ കഴിയുക, ആ സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് സൽപ്പേരുണ്ട് അല്ലെങ്കിൽ ഗുഡ് വില്ലുണ്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഓർ നമുക്ക് അധികമായിട്ട് കിട്ടുന്ന ലാഭം. മറ്റുള്ളവരുണ്ടാക്കുന്നത് പോലെ സാധാരണ ലാഭവും അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ കുറവ് ലാഭവും ഉണ്ടാക്കുന്ന സമയത്തല്ല, മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ശരാശരി ലാഭത്തിനേക്കാൾ അധിക ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ സ്ഥാപനത്തിന് മറ്റുള്ളവരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമുണ്ട്, ആ സ്ഥാപനത്തിന് സൽപ്പേരുണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൽപ്പേര് കണ്ടെത്തുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗുഡ് വിൽ ഓഫ് എ കൺസേൺ? ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു സൽപ്പേര് ഉണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാവാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവം. ഏത് തരം ബിസിനസ്സാണ് ഒരു സ്ഥാപനം ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ സ്ഥാപനത്തിന് ലാഭമുണ്ടാക്കാനുള്ള കഴിവ്. അപ്പോൾ ലാഭം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് സൽപ്പേര് നമുക്ക് അളക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് സൽപ്പേരിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത് പറയുന്നതാണ് ലൊക്കേഷൻ, സ്ഥാപനത്തിൻ്റെ സ്ഥാനം. ഒരു സ്ഥാപനത്തിലേക്ക് ആൾക്കാർ അധികം വരണമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം ആ സ്ഥാപനം ഉണ്ടാവേണ്ടത്. വളരെ റിമോട്ടായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു സ്ഥലത്തായിരിക്കരുത്. ആൾക്കാർക്കെല്ലാം വളരെ എത്തിപ്പെടാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ടൗണുകളിലോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ ആൾക്കാർക്ക് വളരെ എളുപ്പം സ്ഥാപനത്തിലേക്ക് വരുവാനും സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിക്കുവാനും കഴിയും. അപ്പോൾ സ്ഥാപനത്തിൻ്റെ സ്ഥാനവും സൽപ്പേരിൽ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്, അല്ലെങ്കിൽ ലാഭത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. ലാഭത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകമായതുകൊണ്ട് അത് എന്തിനും ബാധിക്കും, സൽപ്പേരിനെയും ബാധിക്കും. മൂന്നാമത് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കഴിവ്. അപ്പോൾ നല്ല കഴിവുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ
അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളെ വളരെ കാര്യക്ഷമമായിട്ട് ജനങ്ങളുടെ ഒരു നല്ല ജനങ്ങളുടെ പ്രീതി പറ്റാനായിട്ട് കഴിയും. നല്ല രീതിയിലുള്ള സർവീസ് നൽകിക്കൊണ്ട്, നല്ല രീതിയിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, വളരെ ചുരുങ്ങിയ ചെലവിൽ നല്ല രീതിയിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിസിനസ് നടത്തണം. ജനങ്ങൾക്ക് സംതൃപ്തരാകുന്ന രീതിയിലുള്ള കച്ചവട പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് കഴിയും. അപ്പോൾ നല്ല കഴിവുള്ള മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ കഴിയും? സൽപ്പേര് വർദ്ധിപ്പിക്കാൻ കാരണമാവാറുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, മറ്റുള്ള അഡ്വാൻറ്റേജസ്. ഓരോ സ്ഥാപനത്തിനും കിട്ടുന്ന മറ്റുള്ള അഡ്വാൻറ്റേജസ്, ഓരോ സ്ഥാപനത്തിനും ഉണ്ടാകുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു പുതിയൊരു വസ്തു ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു സ്ഥാപനം, ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം കൊണ്ടുവരുന്ന സ്ഥാപനം, അങ്ങനെ ഒരു എന്തെങ്കിലും മാറ്റങ്ങളും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം സ്ഥാപനത്തിൻ്റെ മറ്റുള്ള അനുകൂല ഘടകങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സൽപ്പേരിനെ നമുക്ക് സൽപ്പേരിൻ്റെ ബാധിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സൽപ്പേര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൽപ്പേര് എപ്പോഴൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? സൽപ്പേര് കണ്ടുപിടിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ആദ്യം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഗുഡ് വിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത് സ്ഥാപനത്തിൻ്റെ സൽപ്പേര് നമുക്ക് കണക്കാക്കി അതിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നടപ്പിലാക്കേണ്ടി വരും. രണ്ടാമത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പാർട്ട്ണറെ പുതുതായിട്ട് സ്ഥാപനത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് അയാൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ സ്ഥാപനത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ഥാനം അതിന് അയാൾക്കും കൂടി അവകാശപ്പെടും. സ്ഥാപനത്തിന് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥാനം പിന്നെ ഇനി മുതൽ ആർക്കും കൂടി കിട്ടും? പുതിയ വരുന്ന ഒരു പങ്കാളിക്കും കൂടി കിട്ടും. അപ്പോൾ ഒരു പുതിയ പങ്കാളിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ലാഭമുണ്ടാക്കാനുള്ള കഴിവ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് അളക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൽപ്പേര് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരാളെ എന്ത് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് സ്ഥാപനത്തിലേക്ക് ചേർക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരാൾ സ്ഥാപനത്തിന് വിട്ടുപോകുന്നത്, അത് റിട്ടയർമെൻറ്റിലൂടെ ആവാം അല്ലെങ്കിൽ മരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇത്രയും കാലം അയാളും കൂടി സ്ഥാപനത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ്, പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ത് കിട്ടിയത്? സ്ഥാപനത്തിന് ഈ ഒരു സൽപ്പേരുണ്ടായത്, അല്ലെങ്കിൽ സ്ഥാപനത്തിന് ലാഭമുണ്ടാക്കാനുള്ള കഴിവുണ്ടായത്. അപ്പോൾ ഒരാൾ സ്ഥാപനത്തിന് വിട്ടു പോകുന്ന സമയത്ത് എന്ത് കൊടുക്കേണ്ടി വരും? അയാൾ സമ്പാദിച്ച ആ സൽപ്പേര്, അയാളും കൂടി കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ച സൽപ്പേര് എത്രയാണെന്നുള്ളത് നമ്മൾ കണക്കാക്കി അയാളുടെ ഓഹരി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് വിട്ടുപോകുന്നത് ചിലപ്പോൾ മരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, അയാൾ സ്വമേധയ എന്ത് ചെയ്യുന്ന സമയത്തായിരിക്കാം? അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്തായിരിക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസൊല്യൂഷൻ. ഒരു സ്ഥാപനം പിരിച്ചുവിടുന്ന സമയത്ത്, സ്ഥാപനം അവസാനിപ്പിക്കുകയാണ്, സ്ഥാപനം പിരിച്ചുവിടുന്ന സമയത്തും ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ സ്ഥാപനം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്ഥാപനം പിരിച്ചുവിടുന്ന സമയത്ത് നമുക്ക് സൽപ്പേര് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് അമാൽഗമേഷൻ. അമാൽഗമേഷൻ വെച്ചാൽ രണ്ട് സ്ഥാപനങ്ങൾ ഒന്നിച്ച് ചേരുന്ന സമയത്ത്, രണ്ട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ലയിക്കുന്ന സമയത്ത്, രണ്ട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് മറ്റൊരു സ്ഥാപനമായിട്ട് മാറുന്ന സമയത്ത്, ഇപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾക്കുമുള്ള സൽപ്പേര് പ്രത്യേകം കണ്ടെത്തേണ്ടി വരും. അത് അമാൽഗമേഷൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സൽപ്പേര് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സൽപ്പേര് എന്താണ് സൽപ്പേര് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. സ്ഥാപനത്തിന് അധിക ലാഭമുണ്ടാക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് സൽപ്പേര്. അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നോക്കി, ഏതെല്ലാം സന്ദർഭത്തിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. ഇനി ഇത് ഏതെല്ലാം മെത്തേഡിലാണ് സൽപ്പേര് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ മെത്തേഡിൻ്റെ പേരുകൾ ജസ്റ്റ് നമ്മൾ പറയുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. ആദ്യം പറയുന്ന മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സൽപ്പേര് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഗുഡ് വിൽ സൽപ്പേര് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇനി സൽപ്പേര് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്?
നമുക്കറിയാം, ഒരിക്കലും ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. തുടങ്ങുന്ന സമയത്ത് വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയുള്ളൂ. സ്ഥാപനം പതുക്കെ ഒരുപാട് കാലം കൊണ്ട് അതിൻ്റെ ബിസിനസ് ജനങ്ങൾക്ക് ഇഷ്ടമാവണം. അത് പെട്ടെന്ന് 1-2 വർഷം കൊണ്ട് എടുക്കുന്ന നമുക്ക് 1-2 ദിവസങ്ങൾ കൊണ്ടോ 1-2 മാസങ്ങൾ കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. കുറച്ച് വർഷങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഒരു സ്ഥാപനം നല്ല രീതിയിൽ ലാഭമുണ്ടാക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്? ഒരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ അധിക ലാഭമുണ്ടാക്കാൻ നല്ല രീതിയിൽ പ്രവർത്തനത്തിലൂടെ അധിക ലാഭമുണ്ടാക്കാൻ എത്ര കൊല്ലമെടുക്കും? ആ കാലയളവിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ എത്ര കാലം അധ്വാനിച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിന് നല്ല ലാഭമുണ്ടാക്കാനുള്ള ശേഷി കൈവന്നത്? ആ കാലാവധിയെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസും ആവറേജ് പ്രോഫിറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ കഴിയും. വളരെ എളുപ്പമാണ്. രണ്ടാമത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. നിങ്ങൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആവറേജും വെയ്റ്റഡ് ആവറേജൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിലുള്ള ലാഭത്തിന് അധികം വെയിറ്റേജും ഒരുപാട് പഴയ ലാഭത്തിന് വെയിറ്റേജ് കുറവും കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രാധാന്യം, ഈ അടുത്ത് കിട്ടിയ ലാഭത്തിന് പ്രാധാന്യം കൂടുതലും ഒരുപാട് കാലം 4-5 വർഷം മുമ്പ് കിട്ടിയ ലാഭത്തിന് പ്രാധാന്യം കുറവുമായിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ എപ്പോഴാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അതിലും ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെയ്റ്റഡ് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇത് രണ്ടും സാധാരണ ആവറേജുകളാണ്. സാധാരണ പ്രോഫിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. മൂന്നാമതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ്. എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? ഞാൻ പറഞ്ഞു, സാധാരണ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സിന് സൽപ്പേരുണ്ടെന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാളും അധികം ലാഭമായിട്ട് ഉണ്ടാക്കിയാലേ നമുക്ക് എന്തുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ? സൽപ്പേരുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ, ശരാശരി ലാഭത്തിനേക്കാൾ നമ്മൾ അധികമായിട്ട് നമുക്ക് കിട്ടുന്ന ലാഭത്തിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ശരാശരി ലാഭത്തേക്കാൾ അധികമായിട്ട് നമുക്ക് നേടുന്ന ലാഭത്തിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. ആ സൂപ്പർ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗുഡ് വിൽ കണക്കാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ തൽക്കാലം എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ആ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വിശദീകരിച്ച് തരാം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ശരാശരി ലാഭത്തിനേക്കാൾ അധികമായി നമ്മൾ സമ്പാദിക്കുന്ന ലാഭം, നമ്മൾ സമ്പാദിക്കുന്ന അധിക ലാഭം, ആ അധിക ലാഭമാണ് സൂപ്പർ പ്രോഫിറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൽപ്പേര് കണ്ടെത്തുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇനി നാലാമത്തെ ഒരു മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ മൂലധനവൽക്കരണ രീതി. ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ മൂലധനവൽക്കരണം. എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ? അല്ലെങ്കിൽ അതൊരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. നമ്മൾ സാധാരണ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശതമാനം കണ്ടുപിടിക്കുക? ഏതാണോ സംഖ്യ ഇൻറ്റു എത്ര ശതമാനമാണോ ആ ശതമാനം ഡിവൈഡഡ് ബൈ 100. ആ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ശതമാനം കണ്ടുപിടിക്കുന്നത്. ഈ ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് വെച്ചാൽ ശതമാനം ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ 100ൻ്റെ 10% കണ്ടുപിടിക്കുകയാണെങ്കിൽ 100 ഇൻറ്റു 10/100 ചെയ്യണം. നേരെ മറിച്ച് 100ന് 10% മൂലധനവൽക്കരണം ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 ഇൻറ്റു 10/100 ചെയ്യുന്നതിന് പകരം 100/10 ചെയ്യണം. അപ്പോൾ ശതമാനം ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോൾ 100 രൂപ ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എത്രയായിരിക്കണം? 100 രൂപ ക്യാപിറ്റലിന് 10% ലാഭമാണെങ്കിൽ എത്ര ലാഭം ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശതമാനം കണ്ടുപിടിക്കുന്നത്. നേരെ മറിച്ച് 10 രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ മൂലധനം എത്രയായിരിക്കണമെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് മൂലധനവൽക്കരണം. ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. തൽക്കാലം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് അതിൻ്റെ എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ, പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് ക്യാപിറ്റലൈസേഷൻ.
പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നതിന് പകരം 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് അത് ചെയ്യുന്നതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 മെത്തേഡുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, ഗുഡ് വിൽ കണ്ടെത്താം. അതേപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, നമുക്ക് ഗുഡ് വിൽ കണ്ടെത്താം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 മെത്തേഡുണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഉണ്ട്. ഇങ്ങനെ നമുക്ക് 5 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, പിന്നെ അടുത്ത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും. ഇപ്പോൾ ഗുഡ് വിൽ എത്രയാണ് എന്നുള്ളത്, ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ എത്രയാണെന്ന് അളക്കാനുള്ള വഴികളാണ് ഈ 5 പറഞ്ഞത്. ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്, മൂന്നാമത് സൂപ്പർ പ്രോഫിറ്റ്, പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഈ മെത്തേഡ് എന്താണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ മെത്തേഡിലും എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത് ഗുഡ് വില്ലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക, ആവശ്യമുള്ള നോട്ടുകൾ എഴുതി വയ്ക്കുക.